പരിശുദ്ധമായ ഖുർആനിൽ ഏറ്റവും ചെറിയൊരു സൂറത്താണ് നമ്മൾ ഖുതുബയിൽ ഓതി വെച്ച സൂറത്താകുന്ന ഈലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലത്തശ് ശിതാഇ വസ്സൈഫ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന സൂറത്ത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിലൊന്ന്, അവരുടെ കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് കച്ചവടക്കാരായ ആളുകൾ അവർക്ക് ഏത് നാട്ടിൽ പോയും കച്ചവടം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുക്കുകയുണ്ടായി. അങ്ങനെ ആ നാടിനെ ആ കഅബയെ, ആ കഅബാലയത്തെ സമാധാനത്തിന്റെ ഗേഹമായി, ദാറുസ്സലാം, പരിശുദ്ധമായ സ്വർഗത്തിന്റെ പേരാണല്ലോ ദാറുസ്സലാം, സമാധാനത്തിന്റെ ഗേഹം എന്ന് പറയുന്നത്. സ്വർഗം എപ്പോഴും ഒരു സമാധാനത്തിന്റെ ഗേഹമാണ്. ആ സ്വർഗത്തിൽ നിന്നാണ് മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. സമാധാനത്തിന്റെ ഗേഹത്തിലേക്ക് തിരിച്ചു പോകണമെന്ന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആഗ്രഹത്തിന്റെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഒരു സമാധാനത്തിന്റെ ഗേഹം നിർമ്മിക്കാൻ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി. അങ്ങനെ ആദം നബി അലൈഹിസ്സലാമാണ് ആദ്യമായി കഅബാലയം പണിയുന്നത്. അവിടെ പിന്നീട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വരികയാണ് തന്റെ കുടുംബവുമായി. മഹദിയായ ഹാജറ ബീവിയെയും പ്രവാചകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ചോര പൈതലിനെ കൊണ്ട് ആ കഅബാലയത്തിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. അവിടെ വെച്ചുകൊണ്ടാണ് വീണ്ടും ആ സമാധാനത്തിന്റെ ഗേഹമാകുന്ന കഅബാലയം പണിയപ്പെടുന്നത്. ഇനിയുള്ള മാസങ്ങളിൽ ആ കഅബാലയത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിളി കേട്ടുകൊണ്ടാണ് ആളുകൾ ഒഴുകിയെത്താൻ പോകുന്നത്. ആ കഅബാലയത്തെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ കഅബാലയത്തിന്റെ നാഥനെ നിങ്ങൾ ആരാധിക്കുക. കാരണം നിങ്ങൾക്ക് ആമനഹും മിൻ ഖൗഫ്, ഭയത്തിൽ നിന്ന് നിങ്ങൾക്ക് നിർഭയത്വം നൽകിയവനാണവൻ. ഈ നാട്ടിൽ ഭയമില്ലാതെ ജീവിക്കാൻ കഴിയും. ഹാജിമാര് പോകുമ്പോൾ ഹാജിമാരോട് പറയപ്പെടുന്നതാണ്, നിങ്ങൾ അവിടെ ചെന്ന് വേട്ടയാടാൻ പാടില്ല, അവിടെയുള്ള മൃഗങ്ങളെ വേട്ടയാടാൻ പാടില്ല, അവിടെയുള്ള മരങ്ങൾ മുറിക്കാൻ പാടില്ല, അവിടെ ഒരാളെ ഉപദ്രവിക്കാൻ പാടില്ല. ഏറ്റവും സമാധാനത്തിന്റെ ഭാഗമായി ആ കഅബാലയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറിച്ചു. അവിടേക്കാണ് ഈ മാസങ്ങളിൽ ഈ വരുന്നതായ ശവ്വാലിന്റെയും ഇനി വരുന്ന ദുൽഖഅദിന്റെയും ദുൽഹജ്ജിന്റെ ആദ്യങ്ങളിലൊക്കെ ഹാജിമാർ ആ കഅബാലയത്തിലേക്ക് ഓടിപ്പോകുന്നത് ആ സമാധാനത്തെ കാംക്ഷിച്ചുകൊണ്ടാണ്, ആ നിർഭയത്വത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. എന്നാൽ ഇതുപോലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ താഴ്വരയാകുന്ന കാശ്മീരിന്റെ താഴ്വരയെ ലോകം പരിചയപ്പെടുത്തുന്നത് സ്വർഗത്തിന്റെ ഏറ്റവും വലിയ നല്ല പൂന്തോപ്പായിട്ടാണ്. ഏറ്റവും ഭൂമിയിലെ സ്വർഗമായി, ഭൂമിയിലെ സ്വർഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് കാശ്മീരിനെയാണ് പരിചയപ്പെടുത്താറുള്ളത്. കാരണം ഹരിതാപകരമായ താഴ്വരകളുള്ള കാശ്മീർ, മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടതായ മലനിരകളുള്ളതായ കാശ്മീർ, ഏതൊരാൾക്കും സന്തോഷം നൽകുന്നതായ കാശ്മീർ. ആ കാശ്മീരിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ സമാധാനങ്ങളും തകർക്കപ്പെട്ടുകൊണ്ട് ഒരു ഭീകരമായ വെടിവെപ്പുണ്ടായത്. ഒരുപാട് ആളുകൾ അതിൽ കൊല ചെയ്യപ്പെട്ടു. ആ കൊല ചെയ്യപ്പെട്ട ആളുകളിലും അവരുടെ വേദനകളിലും അവരുടെ കുടുംബത്തിന്റെ വേദനകളിലൊക്കെ ഒരു മുസ്ലിം എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചേർന്ന് നിൽക്കുന്നുണ്ട്. അവിടെ മുസ്ലിം മാത്രമല്ല കൊലപ്പെട്ടത്, ഒരുപാട് അമുസ്ലിമീങ്ങളായ ആളുകൾ കേരളത്തിൽ നിന്നുള്ളവർ പോലും കൊലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പലരും അതിനെ വർഗീയവൽക്കരിക്കുവാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിന്റെ സമാധാനത്തിന്റെ ഗേഹമാകുന്ന കഅബാലയത്തിലേക്ക് ആളുകൾ ഓടിച്ചെല്ലുന്നതും കടന്നു ചെല്ലുന്നതും അവിടെ വെച്ചുകൊണ്ടൊരു കൊലപാതകം നടത്താൻ പാടില്ല. കാരണം കൊലപാതകം നടത്തുന്നവനെ ലാ തുഫ്സിദൂ ഫിൽ അർദി, ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കാൻ പാടില്ല, നിങ്ങൾ ഒരാളെയും കൊല്ലാൻ പാടില്ല എന്ന വലിയൊരു സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ, അവിടെ ആ കഅബാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, അവിടെ തവാഫ് ചെയ്യുമ്പോൾ, അവിടെ സഅയ് ചെയ്യുമ്പോൾ, അറഫയിൽ നിൽക്കുമ്പോൾ, ജംറകളിൽ കല്ലെറിയുമ്പോൾ എല്ലാം ഈ സമാധാനത്തിന്റെ വാഹകരായി കൊണ്ടാണ് ഈ കാണുന്ന ലക്ഷക്കണക്കിന് വരുന്ന ഹാജിമാർ അവിടേക്ക് കയറി ചെല്ലുന്നത്. ഇതുപോലെയുള്ള പരിശുദ്ധമായ ഇസ്ലാമിന് കേവലം ഒരു കുറച്ചാളുകൾ നടത്തിയ
ചില വെടിവെപ്പിന്റെ പേരിൽ, തീവ്രവാദത്തിന്റെ പേരിൽ, ഭീകരവാദത്തിന്റെ പേരിൽ ഒരു സമുദായത്തെ മുഴുവൻ എന്ത് ചെയ്യുകയാണ്, ഒരു നിഴലിന് മുമ്പിൽ അല്ലെങ്കിൽ അവരെ അധിക്ഷേപിക്കുവാനും അവരെ ആക്ഷേപിക്കുവാനും അവരെ മുഴുവൻ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഇതേ പറയുന്നതായ ചില ചാരന്മാരെ സൈനിക സംഘത്തിൽ നിന്ന് തന്നെ പിടിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സംഭവം ഉണ്ടാകുമ്പോൾ, ഈ സംഭവത്തെ വിലയിരുത്തുമ്പോൾ, ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ, സോഷ്യൽ മീഡിയകൾ വർഗീകരമായി ചിത്രീകരിക്കപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരു സൈന്യം ഏറ്റവും ശക്തമായ ഒരു സ്ഥലമാണ് കാശ്മീർ എന്ന് പറയുന്നത്, അല്ലേ? സൈന്യത്തിന്റെ മുഴുവൻ നേതൃത്വവും അല്ലെങ്കിൽ രാജ്യത്തിന്റെ മുഴുവൻ കണ്ണും എപ്പോഴും ഉറ്റുനോക്കുന്ന ഒരു സ്ഥലമാണ് കാശ്മീർ എന്ന് പറയുന്നത്. ആ കാശ്മീരിൽ ഇത്തരത്തിൽ സൈന്യത്തിന് ഇത്തരത്തിലൊരു ഭീകരാക്രമണം ഉണ്ടാകുമെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ സംഭവിക്കുന്നുണ്ട് എന്ന് സംശയിക്കാൻ ഏതൊരു ആൾക്കും ചിലപ്പോൾ ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളാണ് നമ്മൾ തേടിപ്പോകുന്നത്. ആ കാരണങ്ങളിൽ ഒന്നാണ്, മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരുപാട് സൈനികരിൽ നിന്ന് കൊട്ടുകൊടുത്ത സൈനികരെ പിടികൂടപ്പെടുകയുണ്ടായി. 5000 രൂപക്ക് പോലും പാക് ചാരന്മാർക്ക് സൈനിക രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്ത ഒരുപാട് മുസ്ലിം നാമധാരികളല്ലാത്ത ഒരുപാട് ആളുകളെ സൈന്യത്തിൽ നിന്ന് പിടിക്കപ്പെടുകയുണ്ടായി. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ അടുത്ത കാലങ്ങളിൽ ഉണ്ടായി. ഇതൊരു വിഷയമാണ്. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്, കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ സർക്കാരുകൾക്ക് എന്തെങ്കിലും ഒരു വിഷയത്തിൽ മറയുണ്ടാകണമെന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഗതി നടപ്പാക്കപ്പെടണമെന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ തങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ മുഖം കെട്ടുപോകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ, തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് വരുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്? ഒരു പുകമറ സൃഷ്ടിക്കുക എന്നത് പൊതുവിൽ ഭരണാധികാരികൾ ചെയ്യുന്നൊരു തന്ത്രമാണ്. ഒരുപാട് മുമ്പ് ഇത്തരത്തിലുള്ള ഒരുപാട് തന്ത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും നമുക്കറിയാം, വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രക്ഷോഭങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത സംഘടനകളൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് നടത്തിയതായ, രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് നടത്തിയതായ ഒരുപാട് പ്രകടനങ്ങളും ഒരുപാട് ധർണകളും ഒരുപാട് പ്രതിഷേധങ്ങളും നമുക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഭരണകേന്ദ്രമാകുന്ന പാർലമെന്റിൽ പോലും മണിക്കൂറുകളോളം അതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഒരുപാട് എംപിമാർ അതിനെതിരെ ശക്തമായി ആ ബില്ലിനെതിരെ പറയുകയും പ്രസംഗം നടത്തുകയും പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്ന, അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് തങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാവുകയില്ല എന്നൊരു സാഹചര്യം വന്നപ്പോൾ, ലോകത്തിന് മുമ്പിൽ അല്ലെങ്കിൽ രാജ്യത്തിൽ ഞങ്ങൾ മുഖം കെട്ടുപോകുമെന്ന് കാണുമ്പോൾ ചില ആളുകൾ ചില തന്ത്രങ്ങളുമായി വരുന്നതാണ് എന്നുകൂടി നമ്മൾ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കാരണം മുമ്പും അത്തരത്തിലുള്ളതായ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ സംഭവത്തിൽ ആ മരണപ്പെട്ടവരിൽ മുസ്ലിമീങ്ങളുണ്ട്, അമുസ്ലിമീങ്ങളുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ചില തന്ത്രങ്ങൾ ചിലർ പയറ്റുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാൾ വലിയ തന്ത്രങ്ങൾ പയറ്റുന്നവരാണ്. കാശ്മീരികൾ എന്ന് കേൾക്കുമ്പോൾ, കാശ്മീരിലെ മുസ്ലിമീങ്ങൾ എന്ന് കേൾക്കുമ്പോൾ ഏതൊരാളുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നത് കുറച്ച് തീവ്രവാദികളെ കുറിച്ചാണെങ്കിൽ, ആ കാശ്മീരികൾ അങ്ങനെയല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കേരളത്തിൽ നിന്ന് പോയ ഒരു സ്ത്രീയെ കൊണ്ട് പറയിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചു. മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുകയാണ് അവർ വന്നിട്ട്, എനിക്ക് 2 സഹോദരന്മാരെ കാശ്മീരിൽ നിന്ന് കിട്ടിയിരിക്കുന്നു. കാരണം എന്താ? അവരാ മുസ്ലിം സഹോദരന്മാരാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. അവർ എനിക്ക് യാത്രാ സൗകര്യങ്ങൾ ചെയ്തു തന്നത്. അവർ ബിസ്മില്ലാ ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ അവർ ഒരുപാട് ജാഗ്രത കാണിച്ചു എന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് ആ അമുസ്ലിം സ്ത്രീ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സമുദായത്തെ ലോകത്തിന് മുമ്പിൽ, രാജ്യത്തിന് മുമ്പിൽ, സമൂഹത്തിന് മുമ്പിൽ മുഖം കെടുത്താൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അത്തരം തന്ത്രങ്ങൾ മെനയുമ്പോൾ ആ തന്ത്രത്തെയൊക്കെ നശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നാമാവിശേഷമാക്കിക്കൊണ്ട് സത്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്ന് മാത്രമല്ലല്ലോ, അവിടെയുണ്ടായിരുന്നൊരു കാശ്മീരി സഹോദരൻ, അദ്ദേഹം ഒരു തൊഴിലാളിയാണ്. ആ ആൾ തൻ്റെ സഹോദരന്മാരായ ആളുകൾക്കെതിരെ
തീവ്രവാദികൾ അല്ലെങ്കിൽ ഭീകരവാദികൾ നിറയൊഴിക്കുന്നത് കണ്ടപ്പോൾ അയാളുടെ തോക്കിൽ തന്റെ ജീവൻ പോലും പണയം വെച്ച് കയറി പിടിക്കാൻ തയ്യാറാവുകയും ഇത് കണ്ട മറ്റൊരാൾ അദ്ദേഹത്തെ വെടിവെച്ചിടുകയും ആ മുസ്ലിം നാമധാരിയായ ആൾ കേവലം അവിടെ വിനോദസഞ്ചാരിയല്ലാത്ത ആ നാട്ടുകാരനായ ആള് പോലും അതിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ സമൂഹത്തിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുകയാണ് ഇസ്ലാം എന്താണ്, ഇസ്ലാമിന്റെ നിലപാട് എന്താണെന്ന്. അതുകൊണ്ട് ഈ വിഷയത്തെ ഈ രീതിയിൽ നമുക്ക് കാണാൻ കഴിയണം. ലോകത്ത് സമാധാനം ഉണ്ടാവുക എന്നതാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഭാഗമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നത്. കഅബാലയത്തിലേക്ക് ഹാജിമാര് കയറി ചെല്ലുമ്പോൾ, ലബ്ബൈക ചൊല്ലി കയറി ചെല്ലുമ്പോൾ, കഅബാലയം കാണുമ്പോൾ ആ കഅബാലയം പണിതതായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ചോരപ്പൈതലാവുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ, ഹാജറ ബീവിയെ കൂട്ടിച്ചെല്ലുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, റബ്ബിജ്അൽ ഹാദാ ബലദൻ ആമിന, അല്ലാഹുവേ ഈ നാട് ഒരു നിർഭയത്വമുള്ള നാടാക്കണേ അല്ലാഹ്. ഒരു ഭയമില്ലാതെ നിർഭയത്വത്തോടുകൂടെ ആരെയും പേടിക്കാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു നാടാക്കി നാടിനെ മാറ്റണേ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ പഠിപ്പിച്ചു തരുന്നതായി കാണാം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തിരിച്ചറിവുകൾ നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.